ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്തിക്കേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ആശയത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞിടെ ആരോപിച്ചിരുന്നു. അതിന് മറുപടിയായി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരകുന്ന് രംഗത്തെത്തി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരകുന്ന് ഫേസ്ബുക്കിൽ ചോദിക്കുന്നത്. മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും അത് ചെയ്യാൻ കഴിയില്ല എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വം വാദിക്കുന്നുണ്ടെങ്കിലും ഈ പുതിയ വിവാദം അതിനിടയിലൂടെ സജീവമാവുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കും മതരാഷ്ട്രവാദവും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ഇദ്ദേഹം മുരളിയാണ്. ഇദ്ദേഹം മുരളി, ഇവിടെ ഒരു തർക്കം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് കുറേ കൂടി ഒരു മതപരമായ ഒരു ചോദ്യമാണ്. അതിന് വലിയ പിന്തുണ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഒരു ആശയത്തിന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നെങ്കിലും പിന്തുണ കിട്ടും എന്ന് കരുതേണ്ടതുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ. അതെ, നമസ്കാരം. നമസ്കാരം. നാഷണൽ ജനതാദളിന്റെ രാജ്ഭവൻ മാർച്ചിന് സമയത്ത് സാറ് അവിടെ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ലല്ലോ അവിടെ. ഞാനങ്ങനെ അങ്ങോട്ട് അങ്ങനെ അപ്പൊ ഇത്തവണ ഇതേ മുരളി മാർച്ചിൽ പങ്കെടുത്തല്ലേ? ഞാൻ പങ്കെടുത്തത്. സാറ് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും കൂടെ പങ്കെടുത്തത്, അല്ലെങ്കിൽ ഞാനങ്ങ് മാറിയനായിരുന്നു. അത് ശരി. ഓക്കെ, ശരി. യെസ്, വ്യക്തമാണ്. അപ്പം നമ്മുടെ ശ്രീ കുഞ്ഞഹമ്മദ് കൂടി എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞഹമ്മദ്, ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ലക്ഷ്യമിടുന്നത് ഒരു മതരാജ്യം അല്ല, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലില്ല എന്ന വാദം വലിയ തോതിൽ ശക്തമാണ്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ മതരാജ്യവാദം അല്ലെങ്കിൽ മതരാഷ്ട്രവാദം വീണ്ടും തലവെക്കുന്നത്. കേരളത്തിലെ മുസ്ലിം വിഭാഗം ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ള അവസരം വേഗം കട്ടായി കയറുന്നുള്ള അപേക്ഷ എനിക്കുണ്ട്. ഇല്ല, അങ്ങ് പറയാം, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് 4-5 ദിവസം മുമ്പ് സൂചിപ്പിച്ച സംഗതിയാണ് നിങ്ങൾ എടുത്ത് ചർച്ചയ്ക്ക് വെച്ചേരിയാണ് നിങ്ങൾ അഭിനന്ദിക്കുക. കാരണം അന്ന് എന്നെ വിമർശിച്ചെങ്കിൽ ഇന്ന് എന്നെ അഭിനന്ദിച്ചു. ഓക്കെ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് പറയുന്ന BJPക്ക് വളം വെച്ച് കൊടുക്കാനുള്ള അവസരം അവരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് മതമല്ല പ്രശ്നം, കത്തുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് ന്യൂനപക്ഷ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷം ആ ഒരു വാദം പൂർണ്ണമായി അംഗീകരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുമോ? നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു വാദഗതിയും. ഒരിക്കലും അംഗീകരിക്കുക. നമുക്ക് ഇവിടെ തൊഴിലാളി വർഗത്തിലെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് എന്നത് മതപരമായ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ നിസ്കാരം പോലും നടത്തണമെങ്കിൽ അങ്ങനെ ഒരു രാജ്യമുണ്ടായേ മതിയാകൂ എന്നൊക്കെയുള്ള ആശയങ്ങൾ എങ്ങനെയാണ് ശ്രീ കുഞ്ഞഹമ്മദ് കാണുന്നത്? അങ്ങനത്തെ ഒരു ആശയം ഇന്ത്യയിൽ ഓരോ വ്യക്തിയൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ടാവും. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട. എല്ലാവർക്കും ഓരോരുത്തര കർത്തവ്യത്തിൽ നിർവഹിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട്. അതിലെവലാരെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്വയം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യാം. അതിനാ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. അത്രേ നമുക്ക് അതിൽ പറയാനുള്ളൂ. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം സൂപ്പി കൂടി വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂപ്പി, ഇപ്പോൾ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ആശയം വലിയ തർക്കമാവുകയാണ്. കാന്തപുരം ഉസ്താദ് അതിനെ ഒരു ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞു. പക്ഷേ ആ സുന്നി വിഭാഗത്തിൽ തന്നെ ആശയപരമായ ഭിന്നത രൂപപ്പെട്ടു വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമി റിപ്പബ്ലിക്കിൻ്റെ വക്താവാണെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിൻ്റെ പുറകെ ഈ വഹാബ് സഖാഫി മമ്പാട് ഇതിനെതിരെ വരികയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നത് ഒരു എല്ലാവരും അംഗീകരിക്കേണ്ട, ഇസ്ലാമിനെ സ്നേഹിക്കുന്നവർ അംഗീകരിക്കേണ്ട
ഒരു രീതിയാണ്. മാത്രമല്ല ഇവരൊക്കെ പറയുന്നൊരു കാര്യം, ഇസ്ലാമിന് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇത് നടപ്പിലായിട്ടുണ്ട്. ഇത് മദീനയിൽ നടപ്പിലായിട്ടുണ്ട്. മദീനയിൽ എത്തുമ്പോൾ അവിടെ ഒരു ഇസ്ലാമിക രാജ്യം രൂപപ്പെട്ടത് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്ത സ്ഥലത്തും ഇത് നടപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നടപ്പിലാകും എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീ സൂപ്പി ഇതിനെങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. കുറെ നമ്മൾ സംസാരിച്ചിട്ട്. അതെ അതെ അതെ. എന്റെ അഭിപ്രായത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ ഇന്ത്യയിൽ നിരോധിച്ചതാണ്. ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? അല്ല ശരിയല്ലേ സാറേ? അല്ല, നിരോധനമുണ്ടോ? അത് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. വിലക്ക് കൽപ്പിച്ചിട്ട് കാരണം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ മുസ്ലിം രാജ്യം വരണമെന്ന പ്രഖ്യാപനമാണ് അവരത്. ഹിന്ദു വേണ്ട, ഹിന്ദു രാഷ്ട്രം ഒഴിവാക്കുക, ഇന്ത്യയിലൂടെ നശിപ്പിക്കുക എന്നാണ്, ഇന്ത്യയെ നശിപ്പിക്കുക എന്നാണ്. കാരണം അവരെ ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നാണ് ആശയമാണ് അവരെ ഉദ്ദേശം. പിന്നെ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രമാക്കണമെന്നും. അപ്പൊ അതൊന്നും നടക്കാൻ പോകില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, ബംഗാളില് ഏത് ബംഗാളാ? പശ്ചിമ ബംഗാളല്ല, മറ്റേ ബംഗാളില് ജമാഅത്ത് ഇസ്ലാമി രാജ്യം ഭരിക്കുന്ന സ്ഥലമാണ്. അവർ കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥലം. അവരെ ഇവിടുത്തെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ അവിടെ പോവാം. അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമായിട്ട് ബന്ധമുണ്ടോ? ആ ജമാഅത്ത് ഇസ്ലാം ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാം ഒരേ ആശയം തന്നെയാ. അതുകൊണ്ട് അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ മുഹമ്മദ് മഞ്ചേരി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ കേരളം വലിയ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ചർച്ചകൾ വരുന്നു എന്നത് നമ്മൾ കുറെ കൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. അത് ഇപ്പൊ സാറ് അവസാനം പറഞ്ഞാല് അത് വലിയ ചർച്ചകളും ഏറ്റവും വലിയൊരു അതിപ്രധാനമായ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രമുള്ളൂ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കലും പോകലും ചാടലും ഒക്കെ. സ്വയം സ്ഥാനാർത്ഥി ആരും വരലും മറ്റും മറിച്ചും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചേക്കലും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ മതരാഷ്ട്രീയം അത് വേറെയും പറയും. അപ്പോ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ ഞങ്ങൾ ഭരിച്ചെങ്കിലേ അവിടെ ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ ആകുള്ളൂ എന്നുള്ള ഒരു കൂട്ടരുതും മറ്റൊരു കൂട്ടരുതുമായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ നിസ്കാരം പോലുള്ള വിശ്വാസങ്ങൾ നടപ്പിലാകാൻ മതരാഷ്ട്രമില്ലെങ്കിൽ പിന്നെ അത് സാധിക്കില്ല എന്ന് പറയുന്ന ആ ഒരു പ്രതികരണത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? കാണൂല്ലോ. ആരെ പറഞ്ഞ്? നിസ്കാരം എന്ന് പറഞ്ഞാൽ പരാരും മുടക്കില്ല. അവനാ നിസ്കരിച്ചാൽ അവനാണ് പഠിച്ചോണ്ടേന്ന് ഗുണം കിട്ടും. അത് അതിന്റെ പറഞ്ഞതാണ്. അതിനാരും നിരോധിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ അവിടെ ഇവിടെ നിസ്കരിച്ചാലൊക്കെ തച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ തെറ്റുമാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പം അങ്ങ് സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കും. എനിക്ക് പലപ്പോഴും അങ്ങോട്ട് സംസാരിക്കാൻ പലപ്പോഴും പറ്റാറില്ല. കാരണം ചില സമയത്തൊക്കെ ഭയങ്കര തിരക്ക് വരുന്ന അത് ശരിയാണ്. സാറിന് കുറെ ദിവസം കണ്ടതിന് ശേഷം ശ്രീ മുഹമ്മദ് മഞ്ചേരി സുഖമായിരിക്കുന്നല്ലോ? ആരോഗ്യമൊക്കെ ഓക്കെ ആണല്ലോ? വളരെ സുഖമാണ് സാർ. ശരി, സന്തോഷം. അപ്പോൾ കുടുംബാംഗങ്ങളോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. പലപ്പോഴും അങ്ങേ ഈ തുടക്കത്തിലായതുകൊണ്ട് വേഗത്തിൽ ഞാൻ എടുത്തു പോകുമ്പോൾ പറയാൻ പറ്റില്ല. ശരി, അപ്പോൾ അവരോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. ഓക്കെ ഓക്കെ. അപ്പോൾ കിഷോർ കോന്നി എന്നോടൊപ്പം ഇത് നല്ല വിഷയമാണ് എന്നൊക്കെ പറഞ്ഞ് ചേരുന്നുണ്ട്. അപ്പോൾ ശ്രീ ദിവാകരൻ ചുരുങ്ങിയ വാക്കുകളിൽ. മതവിഭാഗത്തിന് ഒറ്റയ്ക്ക് ആക്രമിക്കുമ്പോൾ അവര് ഏതെങ്കിലും തരത്തിൽ പറയും. അതേപോലെ ഇവരങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, വൺ റിലീജിയൻ, വൺ കാസ്റ്റ്, വൺ ഗോഡ്, ഫോർ മെൻ. എല്ലാത്തിലും നല്ല പടക്കുണ്ട്. അതായത് എല്ലാ നദികളും കടലിലാ പോകുന്നത്. എല്ലാ രക്തത്തിന്റെ നിറം ഒന്നാ. അതിൽ ഏതെല്ലോ ചെറിയ പായസം പടക്കാക്ക് ഏതോ ചെറിയ എന്തെങ്കിലും ഒരു ദിനുകുമാർ ചടയമംഗലത്ത്. ദിനുകുമാറാണോ ബിനുകുമാറാണോ? ബിനുകുമാർ. ഓക്കെ. ഞാനത് എനിക്ക് പക്ഷേ എഴുതി വന്നത് ദിനുകുമാർ എന്നാണ്. അപ്പം എനിക്ക് ചടയമംഗലം എന്ന് കേട്ടപ്പോൾ ഒരു ചെറിയ സംശയം. കാരണം അങ്ങാണല്ലോ നമ്മുടെ പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകൻ. അപ്പോൾ അത് ബിനുകുമാർ തന്നെ ആയിരിക്കും ഞാൻ ഊഹിച്ചാണ്. എനിക്ക് എഴുതി വന്നത് തെറ്റിയതാ. ഓക്കെ. ഓക്കെ, ഞാൻ അങ്ങൊന്ന് ടെലിവിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ അങ്ങയിലേക്ക് വരാം. ജിൽസൺ. പറയൂ. അതെ, ഇതിപ്പം ഈ പറഞ്ഞ ആള് ഒരു പടച്ചോൻ മതി എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതിപ്പം യാതൊരു തരത്തിലും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യേശുക്രിസ്തു ഇതിനു മുൻപും വന്ന വ്യക്തിയാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുൻപ് വന്നാണ്. അതുപോലെ നമ്മുടെ ഹിന്ദു ഐതിഹ്യങ്ങളും എത്രയോ ലക്ഷക്കണക്കിന് എനിക്ക് കൃത്യത എനിക്കില്ല അതിനെ കുറിച്ചിട്ട്. ഇപ്പൊ വിഷ്ണു ഭഗവാനായാലും ബ്രഹ്മാവ് ഇതൊക്കെ ഒരു അല്ലെങ്കിൽ രാമായണമായാലും മഹാഭാരതമായാലും ഇതൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇത് സംസാരിക്കുന്നത് തന്നെ ഒരു ഭൂഷണമല്ല.
പിന്നെ ഇതൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. പിന്നെ ചിലർക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാവും, ആ സ്വപ്നങ്ങൾ വെച്ച് അവർ മുന്നോട്ട് പോകും. പക്ഷേ നമ്മൾ പ്രദീപ് എന്നോടൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ വിശ്വാസികൾക്ക് സാധിക്കില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അങ്ങനെ വിശ്വാസികൾക്ക് സാധിക്കില്ല എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? കരുതേണ്ടതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ശരി, ജമാഅത്തെ ഇസ്ലാമി ഇല്ലാണ്ട് കോൺഗ്രസ് പറ്റില്ലല്ലോ. ഇപ്പൊ ആ അവസ്ഥയല്ലേ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കണേ. കേരളത്തിൽ BJP തടച്ചുകൊണ്ടേ 2020 ആയിട്ട് നോക്കിയോ. അപ്പൊ അത് വലിയൊരു നേട്ടമാവും BJPക്ക് എന്നാണോ കരുതുന്നത്? പിന്നെ ആ ചാലക്കുടി മറ്റേ കിഴക്കമ്പലം ഭാഗത്തൊക്കെ നല്ല വോട്ടുണ്ടവർക്ക്. പ്രദീപൊക്കെ വലിയ സന്തോഷത്തിലാണ്, പുതിയ ആളുകൾ മുന്നണിയിലേക്ക് വരികയാണ്. ഈ വർഗീയ പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരാ നുണ പറഞ്ഞു നടക്കണം. പിന്നല്ലാണ്ട് ആ ഡേവിഡ് വിജയ് എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ച് പുള്ളിക്ക് കാര്യങ്ങൾ അറിയാം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യം. ഓക്കെ, അപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ആശയ ചൊല്ലി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന സുന്നി വിഭാഗത്തിൽ തന്നെ ഒരു ആശയക്കുഴപ്പം വന്നിരുന്നു. ആ വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് അബൂബക്കർ മുസ്ലിയാർ ഒരു ചാനലിനോട് പറഞ്ഞതിനെ ചൊല്ലി ആണ് ഈ വഹാബ് സഖാഫി മമ്പാട് ഒരു വിരുദ്ധ നിലപാടുമായി രംഗത്തെത്തിയത്. അപ്പോൾ അതും ഒരു വലിയ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഇസ്ലാമിക് ഏത് മുസ്ലിമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയുന്നതെന്ന് ചോദ്യം ഉന്നയിക്കുകയാണ് വഹാബ് സഖാഫിയും. അതുപോലെ ഫേസ്ബുക്കിലൂടെ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും ഒക്കെ ഈ വിഷയമാണ് ഉന്നയിക്കുന്നത്. മഹി എന്നോടൊപ്പം ചേരുന്ന കിള്ളിപ്പാലത്ത് നിന്നാണ്. മഹി, ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം. കോൺഗ്രസ് ഇവിടെ പല പരിപാടികളും ഉണ്ടാക്കും അധികാരത്തിന് വേണ്ടി. കോൺഗ്രസ് അല്ല ഈ വിഷയം, അതല്ല. ഓക്കെ, ഗോപകുമാർ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഗോപകുമാർ. ഹലോ. ശ്രീ ഗോപകുമാർ, എനിക്ക് തോന്നുന്നത് ശ്രീ ഗോപകുമാറിന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇത് ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഈ പ്രതികരണവും വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ ആസ്ഥാനം മദീനയായിരുന്നു, ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് അത് സ്ഥാപിതമായത്, അതിൻ്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതം ചെയ്തു, സ്വീകരിക്കുകയായിരുന്നു, തങ്ങളുടെ ഭരണാധികാരി തങ്ങളുടെ നാടിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയായിരുന്നു എന്നൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടെ വ്യത്യസ്തരായ മനുഷ്യരുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റിപ്പബ്ലിക് കെട്ടിപ്പടുക്കാൻ മുത്തുനബി കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. റിയാസ് എന്നോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. റിയാസ്, അപ്പം ജനസംഖ്യയുടെ 15% ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടാക്കാൻ കഴിയും എന്നൊരാശയം പറയുകയാണ്. അത് കേരളം പോലെ ബഹുസ്വരതയുള്ളൊരു നാട്ടിൽ ഇത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്നാണ് റിയാസ് കരുതുന്നത്? ഹലോ, പിന്നെ നമസ്കാരം. നമസ്കാരം. പിന്നെ അതൊരു തോന്നലാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ സംഘടനാ രൂപവും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങളൊന്നും അത് പ്രതീക്ഷിക്കണമില്ല, അത് സ്വപ്നം കാണണമില്ലാത്ത ആൾക്കാരാണ്, സാധാരണക്കാരാണ്. എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരാണ് കേരളത്തിൽ താമസിക്കുന്നത്. കാരണം ഞാനൊരു പെയിന്ററാണ്. പിന്നെ എന്റെ കഞ്ഞിക്കലത്തെ മുട്ടുന്ന എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ഞാൻ അതിന് പ്രതികരിക്കുകയും ചെയ്യും, അതിന് എന്താണ് തടയാൻ പറ്റുക അതും ചെയ്യും. അതിനുള്ള പിന്നെ മാന്യമായ രീതിയിൽ ഞാൻ പെരുമാറുകയും. എനിക്ക് ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ഈ പിന്നെ SNDPയും NSUം കൂടെ ഒന്നിച്ചതിനോട് എനിക്ക് താല്പര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇവർ രണ്ടുപേരും ഒന്നിക്കുക എന്നുള്ളതല്ല, മൊത്തം എല്ലാ ആൾക്കാരെയും, അതായത് ഓരോ സംഘടനയിലെ എല്ലാവരും കൂടെ വെച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ലൊരു സംഘടനയായിട്ട് മുന്നോട്ട് പോകാനാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ എല്ലാ മതവിഭാഗങ്ങളും സമൂഹ വിഭാഗങ്ങളും എല്ലാം ഒന്നിച്ചു കൂട്ടായി പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ഒക്കെ പോകുന്ന ഒരു നല്ല കേരളം വേണം എന്നാണ് റിയാസ്. റിയാസ് പെയിന്റിംഗ് തൊഴിലാളിയാണ് അല്ലേ? അതെ, ഞാനൊരു സാധാരണക്കാരാണ് സാർ. പക്ഷെ അങ്ങയുടെ ആശയം മഹത്തായ ആശയമാണ്, അതിന് ഞാൻ പൂർണ്ണമായി പിന്താങ്ങുന്നു. അല്ലാതെ സാറേ പിന്നെ ഈ രണ്ട് ഇതില് സാറേ എനിക്കൊരു 2 സെക്കൻഡ് കൊടുക്കാനാണ്, ഒരു 1-2 സെക്കൻഡ്. പിന്നെ ഇവര് പിന്നെ ഈ രണ്ടുപേരും മാത്രം പോകുമ്പോ എന്താണെന്നറിയോ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതിനോടൊരു ബുദ്ധിമുട്ടും പിന്നെ യോജിക്കാനുള്ള ആ പോരായ്മയും പിന്നെ അവര് ഒറ്റപ്പെട്ടു പോയെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നണതാണ്. എല്ലാ സാധാരണക്കാർക്കും തോന്നുന്ന പോലെ തന്നെ അവർക്കും തോന്നുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അവരെയും കൂടെ എല്ലാവരും കൂടെ, അതായത് ഒരു ടീമായിട്ട്, ഒരൊറ്റ ടീമായിട്ടാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും, അതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഏറ്റവും അടിയുന്നല്ല, അങ്ങനെ അടിയും മേളിയൊന്നുമില്ല, ഒറ്റ ലെവലിൽ. അതായത് ഒരൊറ്റ നമ്മളിപ്പോ ഒരു കയറ് കെട്ടിയാണെങ്കിൽ അറ്റവിറ്റം എന്നുള്ള 2 സൈഡേ നമ്മൾ പറയാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കയറിന്റെ തോരണം കെട്ടണ പോലെ തന്നെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പോൾ ഡേവിഡ് വിജയ് എന്നോട് ഇപ്പം പള്ളുരുത്തിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്,
ഇവിടെ നോക്കൂ, ഇത് എനിക്ക് തന്നെ ഇതൊരു അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇവർ പറയുന്നത് മദീനയിൽ ഒരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമുണ്ടായിരുന്നു. അവിടെ മുസ്ലിം 15% ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രത്തിലെ എക്കാലത്തെയും സമാനതകളില്ലാത്ത ഒരു റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരിയായിരുന്നു ഉമറുൽ ഫാറൂഖ്. ആ കാലത്ത് മുസ്ലിം ജനസംഖ്യ അവിടെ 4% താഴെയായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ റിപ്പബ്ലിക്കിനെ വിമർശിക്കാൻ തയ്യാറാകുന്നവർ അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇത് വന്നാൽ ഇതാണ് യഥാർത്ഥമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ ഡേവിഡ് വിജയ്, ഇത് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം ഇതിലേക്ക് അടുക്കാൻ സാധ്യതയുണ്ടോ? അവരിത് ഒരു സാധ്യതയില്ല. കാരണം ഇവിടെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാമൂഹിക പരിഷ്കർത്താക്കള്, അതായത് അദ്ദേഹത്തിന് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പേര് ഇങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതിക്ക് എതിരായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, ശരിയാണ്, ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന കാലത്ത് ചെറിയൊരു കാലഘട്ടത്തിലേക്ക് അവരെ നിരോധിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങളൊരാളുമായിട്ട് തർക്കിച്ചാൽ ശരിയല്ല, കുറച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നു കുറച്ച് ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം. അപ്പൊ ഇവിടെ കുറച്ച് വയസ്സായ വ്യക്തികൾ വലതും വിളിച്ചു പറയും. അത് ഇത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഇപ്പൊ കാന്തപുരം മുസ്താദ് അദ്ദേഹം പ്രായമായെങ്കിലും അദ്ദേഹം വളരെ സെൻസിറ്റീവായിട്ട് ഇപ്പോഴും സംസാരിക്കുന്നു. കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനം നടപ്പാക്കാൻ പോകുന്നില്ല. ഞാൻ ശ്രീ ഡേവിഡ് വിജയ്, ഞാൻ അതൊന്നും കൂടി പരിശോധിക്കുകയായിരുന്നു. ഇത് എമർജൻസി കാലഘട്ടത്തിൽ ഉള്ള പൊതുവെ എല്ലാവരെയും ബാൻ ചെയ്തതിന്റെ കൂട്ടത്തിൽ ബാൻ ചെയ്തതാണോ അതോ ഇവരെ ഒറ്റയ്ക്കായിട്ട് ബാൻ ചെയ്തതാണോ? ഇവര് ഒറ്റയ്ക്കായിട്ട് തന്നെ ബാൻ ചെയ്താണെന്ന് എന്റെ ഓർമ്മ. പക്ഷെ എനിക്ക് കിട്ടുന്നത് നേരെ തിരിച്ചാണ്. അന്ന് ഈ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ബാൻ ചെയ്തിരുന്നല്ലോ. അടിയന്തരാവസ്ഥ നോക്കണ്ട, അടിയന്തരാവസ്ഥ കാലം അങ്ങനെയായിരുന്നല്ലോ. അതിനുശേഷം എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, കരീം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഞാൻ ഒരു സെയിൽസ് ഫീൽഡിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പം ഒരു സ്ഥലത്ത് പറഞ്ഞത് ഇപ്പൊ അവരവിടെ എവിടെയൊക്കെ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് അത് 83 സംതിങ്ങിലാണ്, 85 കാലഘട്ടത്തിലാണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഏതായാലും പക്ഷെ വേറൊരു സമയം ഈ ജമ്മു കാശ്മീർ ഘടകത്തെ ബാൻ ചെയ്തതായി ചില വിവരങ്ങൾ എനിക്ക് കിട്ടി. അതുകൊണ്ട് അല്ല, എന്തായാലും ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതികളും നല്ലതല്ല. അതിപ്പോ ഇവിടെ മറ്റുള്ളവരിപ്പോ കണ്ടില്ലേ, ഹൈന്ദവ സമൂഹം തന്നെ അതിനൊന്നും ഉൾപ്പെട്ടി എവിടെയെന്ന് നമുക്ക് അറിയാനൊക്കില്ല. കാരണം അത് നമ്മൾ അതറിയാത്തതുകൊണ്ടാണ്, ഇതറിയാത്തതുകൊണ്ട്. ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ഒരുത്തനെ, ഞാൻ ദ്വാരകാ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതാണ്. അല്ലാതെ നിസാറും ഞാൻ വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യാനിറ്റി മാത്രമേ ശരിയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത്. അതുപോലെ യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ പിന്നിൽ ഒരു ദൈവികത്വം ഉണ്ടെന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസം അല്ല കേട്ടോ, ക്ഷേത്രം കൊള്ളയുന്ന പരിപാടിയൊന്നുമല്ല എന്റെ കാലഘട്ടത്തില്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പ്ലീസ്, ഒന്നും ഓടി. നേരത്തെ ഒരു ചങ്ങായി എന്റെ പേര് പറഞ്ഞല്ലോ, എന്താ അത്? അല്ല, അങ്ങേ പുകഴ്ത്തിയതാണ്. അങ്ങയോട് വിളിച്ചു ചോദിച്ചാൽ അത് കുറെ കൂടെ വിശദമായി പറഞ്ഞു തരുന്ന പറഞ്ഞു എന്നോട്. അത്രേ ഉള്ളല്ലേ? അപ്പൊ അങ്ങേക്ക് ആരാധകരെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. താങ്ക് യു. അത്രയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. അതെ, ഓക്കെ. അപ്പം കിഷോർ കോന്നി എന്നോടൊപ്പം ചേരുന്നു. മനു, നല്ല വിഷയം എന്ന് പറയുന്നു. കക്കറാട്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പക്ഷേ ഇന്നലെ ഞാൻ കക്കറാട്ടിനെ കണ്ടില്ലല്ലോ, അത് കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ബ്രോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൈയൊക്കെ, അപ്പം ഞാനും കൈ അങ്ങോട്ട് കാണിക്കുന്നു. വി സി തോമസ് പറയുന്നു കേരളത്തിൻ്റെ മനസ്സ് മതേതരത്വം ആര് വന്നാലും തകരില്ല എന്നാണ് വി സി തോമസിൻ്റെ നിലപാട്. ഓക്കെ. അരുന്ധതി കോലംപറമ്പത്ത് എന്നോട് പറയുന്നു ഹായ് നമസ്കാരം എന്ന് പറയുന്നു. സുനിൽകുമാറുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. സഞ്ജു പറയുന്നത് ആര് ജയിച്ചാലും ഈ നാട് നന്നാവില്ല. നമ്മൾ അങ്ങനെ ഒരു പിന്തിരിപ്പൻ നയം സ്വീകരിക്കേണ്ട സഞ്ജു. ആര് ജയിച്ചാലും നന്നാകില്ല എന്നല്ല, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എത്ര ബഹുദൂരം മുന്നോട്ട് നടന്നു. നമ്മളിവിടുന്ന് ചന്ദ്രനിലേക്ക് വരെ നമ്മുടെ റോക്കറ്റുകൾ വിക്ഷേപിച്ച് അവിടെ സോഫ്റ്റ് ലാൻഡിങ് നടത്താൻ കഴിയുന്ന ഒരു രാജ്യമായി മാറി. കാളവണ്ടികൾ അപ്രത്യക്ഷമായി, വലിയ കെട്ടിടങ്ങൾ വന്നു. നമ്മൾ വികസനം എന്ന രീതിയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോഴും ആര് ജയിച്ചാലും എനിക്കൊരു ഗുണമില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് നമ്മളും കൂടി ഇതിൻ്റെ ഭാഗവാക്കാവുകയും ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ കൊണ്ട് കൃത്യമായി ഈ ജോലി ചെയ്യിക്കുകയും അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ഈ പൊതുവേദിയെ കാണുന്നത്. അതിലാളുകൾ പ്രതികരിക്കുന്നു. ഇതും പല രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. പലരും ഇത് എന്നോട് വിളിച്ച് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നു, ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുന്നു, ജനത്തിൻ്റെ മൂഡ് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിയാവുന്നിടത്തൊക്കെ പ്രതികരിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള കൂട്ടായ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ. അപ്പോൾ അതാണ് എനിക്ക് സഞ്ജുവിനോട് പറയാനുള്ളത്. നൗഷാദ് പുന്നത്തല
എന്നോട് പറയുന്നത് മുഖ്യധാരയിൽ കയറിപ്പറ്റാൻ ജമാഅത്ത് നടത്തുന്ന കുതന്ത്രങ്ങളാണ്, മുന്നണികൾ തിരിച്ചറിയാതെ പോകരുത്, ഒരു പത്രവും ചാനലും അല്ലാതെ വേറെന്താണ് ജമാഅത്തിനുള്ളത് എന്ന് എന്നോട് നൗഷാദ് ചോദിക്കുന്നു. അപ്പോൾ നൗഷാദ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു കുറച്ച്. ഞാൻ കഴിഞ്ഞ ദിവസമൊന്നും നൗഷാദിൻ്റെ കമൻറ്റ് കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ റിയാസ് പറയുന്ന റിയാസിന് പിന്തുണ നൽകുന്നു. സുനിൽകുമാർ കയ്യൊക്കെ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെയാകണം ഓരോ ഭാരതീയനും എന്ന് അദ്ദേഹം പറയുന്നു. ജീവിക്കുന്ന കാലം മനുഷ്യനായി ജീവിക്കുക, അല്ലാതെ മതഭ്രാന്തനായി നടക്കാതിരിക്കുക, ജീവിതം ആസ്വദിക്കുക എന്ന് സുനിൽകുമാർ പറയുന്നു. KRK ജോർജ് എന്നോട് പറയുന്നു, ഹലോ മനോ, ക്രിസ്ത്യനായ സാബു ജേക്കബ് നാളെ ഹിന്ദു പാർട്ടിയായ BJPയിൽ ചേരുന്നു. ക്രിസ്ത്യാനിക്ക് ഇപ്പോൾ RSS കുഴപ്പമില്ല, ക്രിസ്ത്യൻ ഹിന്ദു യൂണിറ്റി വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ അവർ ഘടകകക്ഷികൾ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഒരിടയ്ക്ക് PDPയുമായി സഖ്യം ചേർന്ന് അവർ ജമ്മു കാശ്മീരിൽ ഭരണവും വരെ നടത്തിയിരുന്നു. അപ്പോൾ അതിപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ സതി ബാബുരാജ് എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഐ അപ്രിഷ്യേറ്റ് യു ടേക്ക് ദിസ് സബ്ജക്റ്റ് എന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ സന്തോഷ് കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, ചുരുങ്ങിയ വാക്കുകൾ. ഇതൊന്നും കേരളത്തിലൊന്നും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല സാറേ. ഇപ്പൊ ഇതെന്ന് വെച്ചാൽ വർഗീയത ഊതിക്കത്തിച്ചുകൊണ്ട് ഇപ്പൊ അറിയാം, ഇപ്പൊ ഹിന്ദു സംഘടനകൾ ഒന്നിക്കുന്നു എന്ന ഒരു ഇത് വന്നപ്പോൾ, SNDP NSS ഒക്കെ ഒന്നിക്കുന്നു എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്ക് മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമുക്ക് 4 മുസ്ലിം സഹോദരന്മാർ ഇതിൽ വിളിച്ചു, അവരാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ എവിടെയാണ് ഇത് നടക്കേണ്ടത്? വ്യക്തമാണ്. അപ്പോൾ നമുക്കിന്ന് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അജയ്കുമാർ ചങ്ങനാശ്ശേരി, ശ്രീ അജയ്കുമാർ ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി പാർട്ടി അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ എന്ന് പറയുന്ന പോലെയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം എന്ന് തന്നെയാണ്. പക്ഷേ അവർ പറയുന്ന കേരളത്തിൽ ഞങ്ങൾ വ്യത്യസ്തമാണെന്ന് പറയുന്നു. അതങ്ങനെ കേരളത്തിൽ വ്യത്യസ്തം, അങ്ങനെ അവർ അതിന്റെ പേര് മാറ്റണം. പിന്നെ ഇപ്പൊ ഈ മൗലവി പറഞ്ഞത് അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം. അല്ല, അവർ മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസും പറയുന്നത് ഞങ്ങൾ വെൽഫെയർ പാർട്ടി ആയിട്ടാണ്, വെൽഫെയർ പാർട്ടി ഇവരല്ല, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അല്ല, കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. അപ്പൊ കോൺഗ്രസിന്റെ കാര്യം ഇപ്പൊ നമ്മൾ എടുത്തിടാതിരിക്കുന്ന നല്ലത്. കാരണം കോൺഗ്രസ് ആണ് ഇവരെ എല്ലാം പാലൂട്ടി വളർത്തിയിരിക്കുന്നത്. പക്ഷെ ബഹുഭൂരിപക്ഷം എനിക്ക് മനസ്സിലാകുന്നിടത്തോളം നല്ലൊരു വിഭാഗം മുസ്ലിം സഹോദരങ്ങൾ ഇതുപോലെയുള്ള ഇസ്ലാമിക രാഷ്ട്രവാദത്തോടുകൂടി യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഇനി ഇന്ത്യ നടക്കാൻ ഉള്ള സാധ്യതകളില്ല. കാരണം നമ്മുടെ ഫണ്ടമെന്റൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നമുക്ക് പിന്നീട് വിശദമായിട്ടൊന്ന് വ്യക്തമാണ്. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ വടകര, ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ബാലകൃഷ്ണൻ വടകര, ഒരു വലിയ മതേതര രാജ്യമായി ഇന്ത്യ കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് തടയാൻ ഇതുപോലെയുള്ള ചില താല്പര്യ കക്ഷികൾ മുന്നോട്ട് വന്നാൽ കേരളത്തിൽ അതിനെന്തെങ്കിലും ക്ലച്ച് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഇതുപോലുള്ള പ്രസ്താവനകളും ആവശ്യങ്ങളും ഈ സമയത്ത് തന്നെ എന്നും കൂടുതൽ ശക്തമായിട്ടുണ്ടാവട്ടെ. വളരെ ആശംസകൾ നേരുന്നു. അവരെന്നും ശക്തമായിട്ട് ആവശ്യപ്പെടട്ടെ. ഇവരിത് അവസാനിപ്പിക്കണമെന്നല്ല, ശക്തമായിട്ട് ആവശ്യപ്പെടണം. അതെന്തിനാ? കേരള പൊതുസമൂഹം മനസ്സിലാക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അവർ കേടുവരണമെന്നാണ്, നല്ലതാകണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? അല്ലല്ല, അവര് ഇറക്കട്ടെ, അവർ കളിക്കട്ടെ. അത് ഈ സമയത്ത് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർ ഇതിലും ശക്തമായിട്ട് ആവശ്യപ്പെടണം. ഇസ്ലാമിക് റിപ്പബ്ലിക് വേണം, അവർ ശക്തിയായി ആവശ്യപ്പെടണം. അപ്പൊ അങ്ങനെ വന്നാൽ അങ്ങനെ വരണം. ശരി ശരി, ഓക്കെ. അപ്പൊ ഇപ്പുറത്തുള്ള വർഗീയത മൂപ്പിക്കാമെന്നാണോ? അതാണോ അങ്ങനെ സാറ് വിലയിരുത്തരും? സാറിപ്പം പറഞ്ഞ് PDP ആയിട്ട് BJP കൂടിയിരിക്കുന്നു. അപ്പൊ അത് ശരിയാണ്, കൂടിയിട്ടുണ്ട്. പക്ഷെ NDA ഒരു തത്വസംഹിത ഉണ്ട്. അത് വ്യതിചരിച്ചിട്ട് എവിടെയും കൂടില്ല. ഞങ്ങളുടെ CPM-മായിട്ടും പറയാൻ മുന്നണി ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ NDA മുന്നണിയാണ്. ഞങ്ങൾക്കൊരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോ അതിൽ കടന്ന് ഞങ്ങൾ പ്രവർത്തിക്കില്ല. അതാണ് ഞങ്ങൾ ആരുമായിട്ടും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ശത്രുക്കൾ, നിത്യശത്രുക്കളൊന്നും ആരുമില്ല. തായ ശത്രുക്കളില്ല. ഒന്നും രണ്ടും അല്ല. NDAക്ക് ഒരു ആശയമുണ്ട്, മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോയുടെ അടിസ്ഥാന പച്ച മലയാളത്തിൽ പറയുന്ന ഓരോ ഭാഷയിലും പറയുന്ന മാനിഫെസ്റ്റോ ഉണ്ട്, അതായത് സംസ്ഥാനങ്ങളിൽ. അപ്പൊ അതില് അപ്പുറം കടന്ന് വ്യതിചലിച്ച് ഒന്നും ചെയ്യില്ല. ശരി. സജി ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സജി, സജി, ഇത് ഈ നാട്ടിൽ ഒരു മുസ്ലിമും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല എന്ന് ഈ വഹാബ് സഖാഫി പറയുന്നതിനെ സജി അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞിട്ട് ഇത് എല്ലാവർക്കും എല്ലിന്റെ ഇടയിൽ കുത്തുന്നതാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന കുറെ കാലം, ഒരു 10-12 വർഷം. അപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരുമിച്ചുണ്ടായിരുന്ന ക്രിസ്ത്യൻ മുസ്ലിംസ് എല്ലാം ചിലത്ത് മരുഭൂമിയിലൊക്കെ ഞങ്ങൾ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലിന്റെ ഇടയിൽ കുത്തുന്നതാണ്. ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് വെക്കുമ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും നടക്കത്തില്ല. കേരളത്തിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നവരാ, ഇടകലർന്ന് ജീവിക്കുന്നവരാ.
കാരണം ഇവർക്ക് ഈ നേതാക്കന്മാർ അവർക്ക് അവരുടെ പൊസിഷൻ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും ഈ മത നേതാക്കന്മാർ അവരുടെ വായ അടയ്ക്കണം. അതിന് പ്രത്യേക ഇത് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക സംവരണം കൊണ്ടാണ് എന്റെ അഭിപ്രായത്തിൽ. സാമ്പത്തിക സംവരണം ഇതുമായിട്ടുണ്ട്. ഈ ജാതി സംവരണം കൊണ്ടുവരുന്നതുകൊണ്ടാണ് ജാതി നേതാക്കന്മാർ ഡോക്ടർ അംബേദ്കർ നിങ്ങൾ പറഞ്ഞു അതിലേക്കുണ്ട്. അത് ആവശ്യമുണ്ടോ? ഞാൻ ഒരു മിനിറ്റ് ഇതും അതുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയാം, സാമുദായിക സംവരണം ഒരു ആവശ്യമായിരുന്നു ഒരു കാലത്ത്. അത് പുറകെ കിടക്കുന്ന ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി അതൊരു ആവശ്യമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ താഴെ അങ്ങനെയല്ലെന്ന് ഇത് സജി ഇത് മനസ്സിലാക്കിയതിന്റെ ശുദ്ധമായ ഒരു ചെറിയ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ അങ്ങ് പറയുന്നത് ഈ അപ്രായോഗികമായ കാര്യം അങ്ങ് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങ് കേട്ടാൽ അങ്ങേക്ക് ഇത് മനസ്സിലാവും. ഈ വിഷയം, അതായത് സാമ്പത്തിക സംവരണം എന്ന വിഷയം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ, അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഈ സംവരണം എന്ന ആശയം അംബേദ്കർ ഉയർത്തിയ ഘട്ടത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ സാമ്പത്തിക സംവരണം ആണ് കുറെ കൂടെ ശരി എന്നാവശ്യപ്പെട്ട് നെഹ്റുവിനെ കാണുകയും ഇത് ചർച്ച ചെയ്യുകയും അങ്ങ് ഇത് പറഞ്ഞ പോലെ ഇപ്പോൾ ആദ്യം പെട്ടെന്ന് ഒരാൾക്ക് ഇത് ബോധ്യപ്പെടുന്നത് പോലെ പറയട്ടെ അങ്ങ് ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ പറഞ്ഞു. പണ്ഡിറ്റ് നെഹ്റുവിന് പോലും ഇത് ആദ്യഘട്ടത്തിൽ ഇതല്ലേ ശരി എന്ന് ചോദിച്ചു. അപ്പോഴാണ് അംബേദ്കർ ഇത് വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് 90% ഒരു വിഭാഗത്തിന് കിട്ടുന്നു, 10% സംവരണമുണ്ട് എന്ന് വിചാരിക്കുക. ആ സംവരണത്തിന് വേണ്ടി മത്സരിക്കുന്നത് പാവപ്പെട്ട ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളും പാവപ്പെട്ട ഒരു ഉയർന്ന ജാതിക്കാരനുമായിരിക്കും. ഇവർ തമ്മിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആദിവാസി തോറ്റുപോകും, ഈ പാവപ്പെട്ട ദളിതൻ തോറ്റുപോകും. അതുകൊണ്ട് സാമ്പത്തിക സംവരണം വന്നാൽ അത് പൂർണ്ണമായും ഈ വിഭാഗത്തെ ഈ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തലാവും. ആകെ 5%, 10% ആളുകൾക്ക് പോലും ഈ സംവരണത്തിൻ്റെ ജോലി ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അത് അത്രയും ചെറിയൊരു വിഭാഗത്തിനാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത്. അവരെ കൂടി അതിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സജി ഇങ്ങനെ ചൂടായാലും എനിക്കിത് പറയാൻ പറ്റില്ല. ഇത് ഞാൻ സജി ഇത് കേൾക്കൂ, സജി ഇങ്ങനെ ബഹളം വെക്കാതെ ഇത് കേൾക്കൂ. അപ്പോൾ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയാൽ ഈ പിന്നോക്ക വിഭാഗം പൂർണ്ണമായും ഇതിൽ നിന്ന് പുറത്താകും. അതുകൊണ്ടാണ് പറയട്ടെ, ഇത് അങ്ങേക്ക് സമയം തരാൻ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര അസഹിഷ്ണുത എന്തിനാ, കേൾക്ക്. അപ്പോൾ ഇത് അംബേദ്കർ അന്ന് പറഞ്ഞത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിറ്റ് നെഹ്റു അത് അംഗീകരിക്കുന്നത്. അല്ലാതെ സാമ്പത്തിക സംവരണം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നും. പക്ഷേ പാവപ്പെട്ട ഒരു ദളിതനും പാവപ്പെട്ട ഒരു ആദിവാസിയും ഈ നമ്മുടെ നഗരത്തിലുള്ള പാവപ്പെട്ട മറ്റൊരു ജാതിക്കാരനുമായിട്ട് മത്സരിക്കാൻ വരുമ്പോഴാണ് അവർ തോറ്റുപോകും. അവരിതിൽ ഉണ്ടാകില്ല, അവർ ഈ ചിത്രത്തിലേ ഉണ്ടാകില്ല, അവരൊരു മത്സര പരീക്ഷയിൽ ജയിക്കില്ല, അവർക്ക് ഒരു ഘട്ടത്തിലും എത്താൻ പറ്റില്ല. അപ്പോൾ ആ കാലം മാറണമെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകണം എന്ന് പറയുകയും സംവരണം എന്ന് പറയുന്നത് അത് ജാതി തകർക്കാനുള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾ പഠിച്ച് കലക്ടറായ ഉദ്യോഗസ്ഥനായി വരുമ്പോൾ മറ്റ് വിഭാഗത്തിൽ നിന്ന് ആളുകളൊക്കെ അവരെ അംഗീകരിക്കാൻ അങ്ങനെ കൂടി വരണം. അതാണ് അതിൻ്റെ കാര്യം. അല്ല പാവപ്പെട്ട ഒരാളെ ഉയർത്തുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല അംബേദ്കർ വിഭാവനം ചെയ്ത ഈ സംവരണം എന്നത്. അത് അങ്ങ് ആദ്യം മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിലെ അടിസ്ഥാനപരമായ ഒരു തെറ്റാണത്. കാരണം പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുന്ന ഒരു പരിപാടിയേ അല്ലത്. അത് അംബേദ്കറിനെ പോലെ ഏറ്റവും വലിയൊരാൾക്ക് പോലും നേരിടേണ്ടി വരുന്ന ഒരു ജാതി പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഒരു മെക്കാനിസമാണ്. അപ്പൊ അതും ഈ പണവുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഈ കല്യാണത്തിന്റെ സജി ഇത് കൂടി കേൾക്ക്, സജി കേൾക്ക് സജി ഒന്ന് കേൾക്ക്. അതായത് നിങ്ങളൊരു കല്യാണത്തിന്റെ ഇത് കുറിപ്പ് വരുമല്ലോ, എന്താ മാട്രിമോണിയൽ കോളം. അപ്പോൾ നായർ യുവതി അല്ലെങ്കിൽ ഈഴവ യുവതി അല്ലെങ്കിൽ ദളിത് യുവതി എന്ന് ചോദിക്കുന്നിടത്ത് അവിടെ എവിടെയെങ്കിലും സാമ്പത്തിക കാര്യം പറയുന്നുണ്ടോ? ഞാൻ ഇത്ര വലിയ പണക്കാരനായ യുവതിയെ മാത്രം കല്യാണം കഴിക്കുന്നു, അതാണ് ജാതിയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ജാതി തകർക്കുക എന്നുള്ളതാണ്. സമ്പന്നനായ ഒരു ദളിതനെ കല്യാണം കഴിക്കാൻ ആളുകൾ മറ്റു അല്ലല്ല, ഇത് അങ്ങ് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഇത് കേൾക്കാതിരിക്കാൻ ആളുകൾ കേൾക്കാതിരിക്കാൻ അങ്ങ് ഇത് ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് പണ്ഡിറ്റ് നെഹ്റുവിന് ബോധ്യപ്പെട്ടതാണ്, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതാണ്. ഇവിടെയുള്ള അല്ല അങ്ങ് ഇത് ബഹളം വെച്ച് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുമെന്നാണ് വിചാരിക്കുന്ന ആളുകൾ. അല്ലാതെ അങ്ങ് ഇത് കേൾക്കൂ, അങ്ങ് ഇത് കേൾക്കാത്ത എന്താണ്? ഇത് പണ്ഡിറ്റ് നെഹ്റുവിനും ഇത് നരേന്ദ്രമോദിക്കും ഇത് ഈ നാട് ഭരിച്ച മൻമോഹൻ സിംഗിനും ഒക്കെ ഇത് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഇത് അങ്ങനെ നിലനിൽക്കുന്നത്. അല്ലാതെ അവർക്ക് ആർക്കും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടല്ല. ജാതി ഇല്ലാതാക്കണമെന്നല്ല ഈ പറയുന്നേ. പക്ഷെ അതിന്റെ പേരിലുള്ള ഇതിന് മാറ്റണമെങ്കിൽ ഈ തമ്മിത്തല്ല് മാറ്റണമെങ്കിൽ സാമ്പത്തികമായ അതാണ് അങ്ങ് പറയുന്നത്. അതാണ് ഞാനിത് ഇനി ഒന്നൊട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രശ്നമേ അല്ല. ഈ സംവരണം എന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മെക്കാനിസമേ അല്ല.
പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനമേ അല്ല. പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ സാമ്പത്തികമായി സഹായിക്കാം, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ സംവിധാനം കൊടുക്കാം. പക്ഷെ സംവരണം കൊടുക്കുന്നത് അതിന് ഒരാളെ സാമ്പത്തികമായി ഉയർത്താൻ അല്ല, അയാളെ സാമൂഹികമായി ഉയർത്താനാണ്. അതാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. അത് ബേസിക് സാധനമാണ്. ഈ നാട്ടിൽ സജി ഇങ്ങനെ നിലവിളിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. സജി ഒരു കാര്യമില്ല. അല്ല, അങ്ങക്ക് അത് അറിയാത്തതുകൊണ്ടാണ്, അങ്ങ് ഇത് പഠിക്കാത്തതുകൊണ്ടാണ്. അങ്ങക്ക് ഇത് മനസ്സിലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങ് ഇത് കേൾക്കുന്നില്ല. കേൾക്കാത്ത കാര്യം അങ്ങക്ക് എങ്ങനെ മനസ്സിലാവും? അങ്ങ് ഞാൻ കണ്ടതാണ് സ്വർഗ്ഗലോകം, എന്റെ ആകത്താണ് ആകാശത്താണ് ചന്ദ്രൻ ഇരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അങ്ങക്ക് ഇത് ഒരു കാലത്ത് മനസ്സിലാവില്ല. ഇത് അങ്ങനെ കേൾക്കൂ, ആരോടെങ്കിലും ചോദിക്കൂ, എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിക്കൂ. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതുപോലെ ഇത്രയും അധികം സമൂഹമായി ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ കേൾക്കാൻ ഇത്ര വൈമനുഷ്യം? എന്താണ് സജിക്ക് ഇത്ര വൈമനുഷ്യം? എന്താണ് ഈ കേൾക്കാൻ എന്താ വൈമനുഷ്യം? SNDP സംവരണമുണ്ട്, വെള്ളാപ്പള്ളി നടക്കുന്ന സംവരണമാണോ? അല്ലെങ്കിൽ SNDPക്ക് അകത്തുള്ള ഏത് സമയത്ത് ഏറ്റവും പിന്നോക്ക വിഭാഗത്തിലൊക്കെ പാൽപ്പാട നിര കൊണ്ടുവരണം എന്ന അഭിപ്രായം എന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതിനാണ് ക്രീമി ലെയർ സംവിധാനം. ഒന്നില്ലെങ്കിൽ സജി ഇത് കേൾക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും. ഒരു മണ്ടത്തരം ഇങ്ങനെ ഒരു ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സമയം തരുന്നത് ഇത് അങ്ങോട്ട് കേൾക്കൂ. നിങ്ങളെ പോലെ ഇതുപോലെ മണ്ടത്തരം വിളിച്ചു പറയുന്ന ആളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. ഇത് കേൾക്കൂ. ഇത് അതിനാണ് ഇവിടെ പാൽപ്പാട നേരെ കൊണ്ടുവന്നുള്ളൂ. ഇങ്ങനെ നിലവിളിച്ചോണ്ടിരുന്നാൽ ഇതെങ്ങനെ അങ്ങേക്ക് മനസ്സിലാകും? അങ്ങ് പറയുന്നത് ആരോടെങ്കിലും ചോദിക്കൂ. ഇത് രാജ്യത്ത് ഇത്രയും വലിയ ആളുകൾക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇങ്ങനെ നിലനിൽക്കുന്നതെന്നാണോ താങ്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊന്ന് ആരോടെങ്കിലും ചോദിക്കൂ, അല്ലെങ്കിൽ കേൾക്കും. പണ്ട് നെഹ്റുവിനേക്കാൾ അറിവ് എനിക്കാണെന്ന് പറഞ്ഞ് ഈ നടക്കുന്ന സജിയോട് ഞാൻ ഉപദേശിച്ച് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങയുടെ ഈ സങ്കുചിത ജാതി ചിന്താഗതി ആദ്യം മാറ്റിവെച്ചാൽ തന്നെ ഈ പ്രശ്നം തീരുള്ളൂ. ഇതാ ഒന്നാമത് ഒരാൾ പറയുന്നത് എന്താണ് ഇയാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സില്ലാത്ത അങ്ങ് ഇതിൽ എന്ത് തർക്കിച്ചിട്ട് എന്ത് കാര്യം? അങ്ങ് പറയുന്നത് ശുദ്ധ പോസ്റ്റാണ്, അത് ഈ നാട്ടിൽ നടപ്പിലാകാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. ജോലി കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയത്. നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്കോ എന്നെ പോലുള്ള സാധാരണക്കാർക്കോ ഒക്കെ വേണ്ടത് ഒരേ കാര്യം തന്നെയാണ്. സജി ഇതൊന്നും കേൾക്കുന്നേ. സജി ഇങ്ങനെ ഒച്ച വെച്ചിട്ടുള്ള കാര്യം സജിക്ക് ഇത് പറയാനുള്ള ഞാനും കൂടി നിർത്തിയാലല്ലേ സജിക്ക് സംസാരിക്കും. എനിക്ക് വേണമെങ്കിൽ സജിയുടെ ഈ വോളിയം ഓഫ് ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷെ സജി ഇത് മനസ്സിലാക്കാത്ത ഒരാളാണെന്ന്, ഇത് കേൾക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം അഭിപ്രായം ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുകയാണെന്നും ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ കൂടെ ഓഡിയോ വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിത് ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ഈ ആളുകളോട് പറയാൻ അറിയാഞ്ഞിട്ടല്ല. നമ്മൾ പറഞ്ഞ അതിലേക്ക് വരാം. നിങ്ങൾ ചോദിച്ച ഇതിനകത്തോട്ട് വരാം. സഖാഫി പുള്ളി പറഞ്ഞുതരാം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതും ഇത് ജാതിയായിട്ട് എന്ത് ബന്ധം? ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? അങ്ങ് ഇതിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് മറ്റേ കാര്യം കയറ്റി ഇതെല്ലായിടത്തും ആ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റുന്നു. അത് ശരിയായ ഒരു രീതിയല്ല. അതൊരു ശരിയായ രീതിയല്ല. അല്ല, അങ്ങക്ക് ഇത് മനസ്സിലാവില്ല. അങ്ങക്ക് ഇത് മനസ്സിലാകാത്തത് ഇത് അങ്ങക്ക് എന്റെ കാര്യം മാത്രം എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ്. അതല്ല കാര്യം. ഒരു സാമൂഹികമായ മാറ്റം ഈ രാജ്യത്ത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങക്ക് ഇത് ബോധ്യമാകും. അതുവരെ അങ്ങക്ക് ഇത് ബോധ്യമാകില്ല. അങ്ങക്കല്ല, സാമൂഹികമായ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാതെ എന്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് വീട് വേണം, ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് മാത്രം മുന്നേറുമെന്ന് വിചാരിക്കുന്ന ഒരാൾ ഇരിക്കുന്നിടത്തോളം കാലം ആ മനസ്സുമായി ഇരിക്കുന്നിടത്തോളം കാലം ഇത് മാറില്ല. അങ്ങക്ക് ഇത് ഒരിക്കലും മാറ്റാനും പറ്റില്ല. അപ്പൊ അങ്ങയോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ അങ്ങക്ക് ഇതൊന്നും കേൾക്കാൻ പോലുമുള്ള ഒരു മനസ്സില്ല. എന്റെ കാര്യം ഞാൻ മാത്രം എന്നൊരു ചിന്തയും കൂടെ നടക്കാണ്. അതുകൊണ്ടാണ് ഈ പരാജയം. ശരി അങ്ങയോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിർത്തൂ. കേൾക്കാൻ പറ്റുന്നവർ അങ്ങ് സംസാരിക്കുന്നത് നിർത്തൂ. ശരി, അടുത്ത ആളിലേക്ക് ഞാൻ പോകണം. നിർത്തൂ. അല്ല, അങ്ങ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെയാണ്. ശരത്ത് ബാലരാമപുരത്ത്. ശരത്, ശരി, ഞാൻ ശരത്തിലേക്ക് വരാം. അപ്പോൾ ഇത് ഭയങ്കരമായ തർക്കം അതിനിടയിൽ നടന്നു. മുഖ്യധാര. അപ്പോൾ അതിനിടയിൽ എന്നോട് സുനിൽകുമാർ പറയുന്നു, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ജീവിക്കുന്ന കാലം മനുഷ്യനായി ജീവിക്കുക, അല്ലാതെ മതഭ്രാന്തനായി ജീവിക്കാതിരിക്കുക എന്ന് പറയുന്നു. നൗഷാദ് പറയുന്നു, ജോലിയിലാകുമ്പോൾ ചില സമയത്ത് മെസ്സേജ് ചെയ്യാൻ സാധിക്കുന്നില്ല, പരിപാടി കേൾക്കാറുണ്ട് എന്ന് എന്നോട് പറയുന്നു. സന്തോഷം നൗഷാദെ. അപ്പോൾ മെസ്സേജ് ഇല്ലെങ്കിലും കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ജോലിയും കൂടി ശ്രദ്ധിക്കണം അതിനിടയിൽ നമ്മൾ ഈ തർക്കമൊക്കെ വരുമ്പോൾ. ഓക്കെ, അമ്പാടി പറയുന്നു, സാബു പാർട്ടി രണ്ടാക്കുമെന്ന് പറയുന്നു. ഓക്കെ, സാബു ക്രിസ്ത്യനാണോ അല്ലയോ എന്നല്ല, 2020 ആണ് NDAയിൽ ചേരുന്നത്. അവിടെ ജാതിയും മതവും
മാറാത്തത് മാറും, ജനമെല്ലാം മനസ്സിലാക്കും. സാബു ജേക്കബ് എന്നാണ് കേട്ടോ സാബു എന്ന് ഉദ്ദേശിക്കുന്നത്. ജനമെല്ലാം മനസ്സിലാക്കുന്നു, ഇടത് വലത് കൊള്ള അവസാനിക്കണം എന്ന് പറയുന്നു. ജാതി എവിടുന്നാന്ന് പറയുന്നു. അന്ന തോമസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ദർ ഇസ് നോ ചേഞ്ച് ഫോർ കാസ്റ്റ് സ്റ്റേറ്റ് ഇൻ കേരള എന്ന് പറയുന്നു. അപ്പോൾ അമ്പാടി എന്നോട് പറയും ഇങ്ങനെ അലമ്പുണ്ടാക്കണമെങ്കിൽ ഷാപ്പ് അടയ്ക്കണമെന്ന്. ഓക്കെ. ദളിത് സമൂഹം ഇന്ത്യയിൽ ഏറ്റവും ദയനീയ അവസ്ഥയാണ്, അതുകൊണ്ടാണ് സംവരണം തുടരേണ്ടത് എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നത്. അത് അറിയാഞ്ഞിട്ടല്ല, ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇത് ജോലി കിട്ടാത്തത് ഈ സംവരണം ഉള്ളത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് കുറേ ആളുകൾ നടക്കുകയാണ്. അതിൻ്റെ ഒരു ബാക്കിയാണ്. സാമ്പത്തിക സംവരണം എന്തോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അത് ഈ കേരളത്തിലെ സാമൂഹിക സാഹചര്യം വല്ലാതെ മാറിയതുകൊണ്ട് ഇതാണ് ഇന്ത്യൻ സാഹചര്യം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളുകൾക്ക് പറ്റുന്നതാണ്. അത് കൃഷ്ണൻകുട്ടി വളരെ കൃത്യമായി പറഞ്ഞു. ദളിത് സമൂഹം ഇന്ത്യയിലെ ആ ദയനീയ അവസ്ഥയിൽ തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഈ സംവരണം തുടരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ ദരിദ്രരില്ലാത്തടത്തോളം കാലം ദാരിദ്ര്യ സംവരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ജയകുമാർ പറയുന്നു. അപ്പോൾ ശിവശങ്കരൻ എന്നോട് പറയുന്ന ആ പാവത്തിനും കൂടി ഒരു അവസരം കൊടുക്കാൻ, അവസരം കൊടുക്കാത്തതിൻ്റെ പ്രശ്നമല്ല, ഇത് പറയുന്ന കാര്യം മനസ്സിലാക്കി ആ കാര്യത്തിൽ ഒരു പഠനവും നടത്താതെ പൊതുവേദിയിൽ വന്ന് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഞാൻ അസഹിഷ്ണുതനാണെന്ന് പിന്നെ മോഹനൻ ചന്ദ്രഗിരി പറയുന്നു. പക്ഷേ പൊതുജനത്തിൻ്റെ അഭിപ്രായം പറയുക എന്നതല്ല, നമ്മുടെ നാടിനൊരു പോളിസിയുണ്ട്. പൊതുജനത്തിന് അഭിപ്രായം പറയുന്നതിനൊന്നും എനിക്ക് തടസ്സമില്ല. പക്ഷേ നാടിനൊരു പോളിസിയുണ്ട്, ഈ രാജ്യത്തിനൊരു നിലപാടുണ്ട്. ആ രാജ്യത്തിന് ഉള്ള നിലപാടിൻ്റെ അപ്പുറത്തേക്കുള്ള നിലപാട് നമുക്ക് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ പണ്ഡിറ്റ് നെഹ്റു തൊട്ട് അംബേദ്കർ വരെയുള്ളവരെ തിരസ്കരിച്ചുകൊണ്ട് അവരൊക്കെ ഒന്നിനും അറിയാത്ത ആളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയൊന്നും ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ എത്ര അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാലും അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാനേ കഴിയില്ല. ഓക്കെ. അപ്പോൾ ജിയോവ സജിക്കൊപ്പമാണെന്നാണ് പറയുന്നത്. ശരി, ഓക്കെ, താങ്ക് യു. ദളിത് പിന്നോക്ക ജനങ്ങളുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ തുടരുന്ന നാൾ വരെ സംവരണം തുടരണം എന്ന് പറയുന്നു. കേൾക്കാൻ മനസ്സില്ലാത്തവരോട് തർക്കിച്ചിട്ട് എന്ത് കാര്യം എന്ന് എന്നോട് ജയകുമാർ ചോദിക്കുന്നു. കേരളത്തിൽ പ്രീണന രാഷ്ട്രീയം ഇവർക്ക് സ്പേസ് ഉണ്ടാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. രാജൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ. ഹലോ. ഭയങ്കര കഷ്ടമായി പോയി, ഇത്രയും സമയം വെറുതെ വേസ്റ്റായി പോയത്. ഇത് വേസ്റ്റ് ആയില്ലല്ലോ, രണ്ടുപേർ അല്ല അത് എങ്ങനെ എനിക്ക് അതൊന്ന് ഇതിലെന്താ വേസ്റ്റ് ആകാനുള്ളത്? രണ്ടുപേർ സംസാരിക്കുകയല്ലേ, പൊതുവേദി എല്ലാവരും നമ്മളൊക്കെ അങ്ങോട്ട് സംസാരിക്കുകയല്ലേ. ശ്രീ രാജൻ സംസാരിക്കുന്ന ആളുകൾ കേൾക്കുന്നില്ലേ, മറ്റാളുകൾ സംസാരിക്കുന്ന ശ്രീ രാജൻ കേൾക്കണം. ഞങ്ങളുടെ സമയമാണ് പോയത്, അതുകൊണ്ട് സമയം എവിടെ പോയെന്ന് നമ്മളിത് പൊതുവേദിയിൽ എല്ലാവരും കേൾക്കുകയല്ലേ. ഇത് കേൾക്കുന്നത് സമയനഷ്ടമാണ്. അല്ലെങ്കിൽ അങ്ങ് പറയുന്നത് മാത്രം ആളുകൾ കേൾക്കുന്നില്ലല്ലോ, എല്ലാവരും പറയുന്നത് അങ്ങും കേൾക്കുകയല്ലേ. അപ്പൊ അത് അങ്ങനെ സമയം നഷ്ടമാകും. അതെ, അത് ശരിയാ. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ഇന്നത്തെ വർത്താനം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുന്ന ഇസ്ലാമിക ഭരണം വരണം എങ്കിൽ മാത്രമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുള്ളെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിനെ എതിർത്തത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ 7 മന്ത്രിസഭയും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഇവിടുത്തെ മണ്ടന്മാരായി ഞങ്ങളുടെ ഈ മതേതര കുറെ ഹിന്ദുക്കളുണ്ട്, അവർ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുക. ഞങ്ങളുടെ പോപ്പ് പറഞ്ഞ വളരെ വാസ്തവമാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞ അതാ, കോൺഗ്രസ് UDF ജയിച്ചാൽ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിവിടുത്തെ മതേതര ഞങ്ങളെ ഹിന്ദുക്കള് മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ പോപ്പ് കാര്യം ഇടയ്ക്കിടയ്ക്ക് മേലൊക്കെ പറയുമെങ്കിൽ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ശരി, ഓക്കെ സാറേ, വ്യക്തമാണ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നു. രാജൻ കൊല്ലം കുറേ നാളായി പുള്ളിയെ കേട്ടിട്ടെന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ അത് പറയുന്നത് KRK ജോർജാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്ന കാര്യം അത് ചെറുതായെങ്കിലും ഒരു സമൂഹത്തിനിടയിൽ ഒരു അംഗീകാരം പിടിച്ചു പറ്റാനുള്ള സാധ്യതയുണ്ടോ? അതായത് എനിക്കിതിൽ പറയാനുള്ളത്, ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കുറേ ദിവസമായിട്ട് ഈ വർഗീയ വിഷമമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ജാതി നേതാക്കന്മാരുടെയും വർഗീയ വിദ്വേഷമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മന്ത്രി സജി ചെറിയൻ അബദ്ധം പറ്റി അറിയാലോ, മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. മറ്റൊന്ന്, ജനങ്ങൾ സത്യത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹം വലിയ വിദ്യാഭ്യാസം ശാസ്ത്രമൊക്കെ ഉയർന്നു എന്ന് പറയുമ്പോഴും ഞാനും ഒരു വിശ്വാസിയാണ്. വിശ്വാസം ആവശ്യത്തിനാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മത നേതാവ് ഇത് ഇസ്ലാമിക രാജ്യം വരുന്നതാണെന്ന് പറയുന്നിടത്ത് എവിടെ ചാതുർവർണ്ണയം? ചാതുർവർണ്ണി എല്ലാം ഇത് ചാതുർവർണ്ണി എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ചാതുർവർണ്ണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹിന്ദുവിൽ മാത്രം അധിഷ്ഠിതമല്ലത്. അതിന് സമാനമായിട്ടുള്ള സംസ്കാരമാണ് ഇവിടെ ഈ താലിബാനിൽ അടക്കവും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും എല്ലാം തീവ്രമായിട്ടുള്ള മതത്തെ വിശ്വസിക്കുന്നവരെല്ലാം ഈ ചാതുർവർണ്ണി ഞാൻ ഹിന്ദുവിന്റെ ഭാഷ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഫലത്തിലല്ല ഒന്നാ, ഫലത്തിൽ എല്ലാം
വർഗീയ വിഷം ചീറ്റുന്ന മതങ്ങളെ മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന മത നേതാക്കന്മാർ. രഞ്ജിത്ത് ലേലം സിനിമയിൽ സുരേഷോട് പല സിനിമയിൽ പറഞ്ഞ കണക്ക് അന്യൻ വിയർത്ത പണം കൊണ്ട് അപ്പവും വീഞ്ഞും കുടിക്കുന്ന മത നേതാക്കന്മാര് ഇവിടെ ചങ്ങനാശ്ശേരിയിലെ പോപ്പോ, കണിച്ചുകുളങ്ങരയിലെ പോപ്പോ, റോമിലെ പോപ്പോ, അല്ലെങ്കിൽ പിന്നെ മലപ്പുറത്തെ പോപ്പോ ഒന്നും അല്ല ഇവിടെ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയ, ഞാൻ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർജവം കുറയുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയം, അതായത് ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ രോഗങ്ങൾ കൂടും എന്ന് പറയുന്ന അവസ്ഥയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്. മാധ്യമങ്ങൾ ഏറെക്കുറെ നികർത്തുന്നുണ്ട്. നമുക്ക് നിങ്ങളെപ്പോലുള്ളവർ ഈ ചർച്ചയ്ക്ക് വെക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും വോട്ട് കൂടുക, ജയിക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു, അത് ബ്രേക്കായി പോകുന്നു. ഓക്കെ, അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്ക് വീണ്ടും കേൾക്കാം. അപ്പോൾ സുബൈർ എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സുബൈർ ഒരു ശൂര അംഗമാണ് ഇങ്ങനെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ. നമസ്കാരം. ഞാൻ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയിലായിരുന്നു ഇത്തിരി നേരം മുമ്പ് നല്ല പ്രകടനം കാഴ്ചവെച്ചു. താങ്ക് യു. സുബൈർ. ഓക്കെ, KG കുമാർ എന്നോടൊപ്പം ചേരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ കുമാറിനേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എന്നോട് പറയുന്നത്, തർക്കിക്കുന്ന ഈ ജാതീയ സാമ്പത്തിക സംവരണം, സാമുദായിക സംവരണം എന്ന് തർക്കിക്കുന്നവർ പിന്നെ അംബേദ്കർ സിനിമ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്, അത് പോയി കാണാൻ ചേട്ടനാണ്. അപ്പോൾ ജിയോവ സജിക്കൊപ്പമാണ് കേട്ടോ. സജി എന്ത് പറയുന്നു എന്ന് അറിയാനാണ് ഞാൻ ഇത് കേട്ടത്. സജി പറയുന്നതൊന്നുമല്ല, സാമ്പത്തിക സംവരണം നടപ്പിലാക്കണം എന്നാണ് സജി പറയുന്നത്. അങ്ങനെയൊക്കെ അത് ആർഗ്യൂ ചെയ്യാം. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ എത്രയോ ഈ രാജ്യത്ത് പിന്നെ ഈ സാമുദായിക സംവരണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ ആളുകൾ ഇത് ഉയർത്തിയതാണ്. അന്ന് ഇത് വളരെ വ്യക്തമായി പണ്ഡിറ്റ് നെഹ്റുവിന് മുമ്പിൽ അംബേദ്കർ ഇത് വ്യക്തമാക്കിയതാണ്. ഒരു വിഭാഗം ആളുകൾക്ക് സംവരണം കിട്ടുന്നു, ആ വിഭാഗം പാവപ്പെട്ട ഒരു ദളിതനും പാവപ്പെട്ട ഒരു ആദിവാസിയും പാവപ്പെട്ട ഒരു ഉയർന്ന ജാതിക്കാരനും തമ്മിലാണ് മത്സരം വരുന്നതെങ്കിൽ സ്വാഭാവികമായും ആ മറ്റ് രണ്ട് വിഭാഗത്തിനും അതിൽ സ്ഥാനം കിട്ടില്ല. അപ്പോഴിത് മൊത്തം 100% ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രം വരും എന്ന് അംബേദ്കർ പറഞ്ഞത് വളരെ ലളിതമായാണ്. അത് മനസ്സിലാക്കിയാണ് പണ്ഡിറ്റ് നെഹ്റു ഈ കാര്യം പുനരാലോചിക്കുകയും അങ്ങനെ ഈ സാമുദായിക സംവരണം നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പല ആളുകൾക്ക് നമുക്കിപ്പോൾ സർക്കാർ ജോലി കിട്ടുന്നില്ല എന്നതുകൊണ്ട് പല ആളുകളും അത് സംവരണമാണ് അതിൻ്റെ കുറ്റക്കാരൻ എന്ന് പറയുകയും, ഉയർന്ന ഏതെങ്കിലും ബിരുദം ഒരു താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ പിന്നോക്ക സമുദായം എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് ആളുകൾ നേടുമ്പോൾ അവരൊക്കെ പഠിക്കാതെ പാസ്സായവരാണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയും ഒക്കെ ആളുകൾക്ക് പുറത്തുണ്ടാവുകയാണ്. അപ്പോൾ അത് എത്രയോ നൂറ്റാണ്ടുകളായി ഒരു മനുഷ്യ വിഭാഗത്തെ അങ്ങനെ അടിച്ച് താഴ്ത്തി വെച്ചതിൻ്റെ ഭാഗമായി അവർ നേരിട്ട ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പതുക്കെ അവർ മോചിതരായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്ക് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒട്ടനവധി ആളുകൾ രാജ്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വരെയായ ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഇങ്ങനെ വരുത്തിയ വലിയ മാറ്റങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് സാമ്പത്തിക സംവരണത്തിലായിരുന്നെങ്കിൽ ഏറ്റവും ദരിദ്രനായ ഒരാളും ഏറ്റവും ദരിദ്രനായ ഈ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളും തമ്മിലായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനുള്ള മത്സരം നടക്കുക. അപ്പോൾ അതല്ല അതിലെ കാര്യം എന്നുകൂടി അങ്ങ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ മോദി പറയുന്നു ഹിന്ദു രാജ്യമാക്കാൻ, മുസ്ലിം പറയുന്നു മുസ്ലിം രാജ്യമാക്കാൻ, ക്രിസ്ത്യാനികൾക്കൊന്നും പറയാനില്ലേ, ക്രിസ്തംഖിയൊക്കെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ശ്രീ KG കുമാർ. ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ പറഞ്ഞു. യെസ്, അങ്ങനെ പ്രതികരിക്കാം. ഓക്കെ. ഈ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ടല്ലോ. സ്വപ്നം കണ്ടോട്ടെ, നമുക്കതിനകത്ത് പ്രശ്നമില്ല. കാര്യം ഈ ചില ആൾക്കാരെ മനസ്സിരിപ്പും ഇവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലത്ത് ഇവിടുത്തെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഡൽഹിയിൽ കൊണ്ടുപോയി IBക്ക് കൊടുത്തതിന് ശേഷം അന്ന് അദ്ദേഹം ഡൽഹിയിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഗവൺമെന്റിന് അന്നത്തെ ഭരണകൂടത്തിന് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് പത്രക്കാർക്ക് അവിടെ പറഞ്ഞു കൊടുത്തത് താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ അത്. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ മനസ്സിരിപ്പ്. പക്ഷെ അത് കൊണ്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാം വന്ന് 500 കൊല്ലം മുഗളന്മാർ വന്ന് ഇവിടെ ഭരിച്ച്, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച്, ആരെല്ലാം വന്ന്, പക്ഷേ ഈ രാജ്യത്തെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ? ആർക്കും തകർക്കാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 12ാം നൂറ്റാണ്ടില് പിന്നെ ഈജിപ്തിലെ കൈറോയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഈ പിന്നെ ഒരു സമ്മേളനം നടന്ന സമയത്ത് ഇങ്ങോട്ട് ഈ പ്രവാചകനെ അയക്കാം എന്ന് അതിനകത്തൊരു അഭിപ്രായം ഉണ്ടായപ്പോൾ അതിൽ ആൾക്കാർ പറഞ്ഞു വേണ്ട പിന്നെ അൽ ഹിന്ദിലേക്ക് പ്രവാചകനെ അയക്കേണ്ട, പ്രചാരകന്മാരെ അയച്ചാൽ മതി. കാര്യം ഇന്ത്യയിലേക്ക് പ്രവാചകന്മാരെ അയക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി രാജസ്ഥാനിലേക്ക് മണലടിക്കുന്ന പോലെ പണിയായി പോകുമെന്ന്
പറഞ്ഞ്. അങ്ങനെയാണ് അവർ ഇത്. കാര്യം അവർക്ക് വരെ അത്ര ധാരണയുണ്ട്. പക്ഷെ ഈ രാജ്യത്ത് ജനിച്ച് വളർന്ന് പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാരാണ് ഇവിടെ കാണുന്ന മുസ്ലിങ്ങൾ എല്ലാവരും. അപ്പൊ ഇത് നമ്മളെ ഇവരെക്കാൾ ഈ ഭാരതത്തെ കുറിച്ച് നല്ല ബോധ്യം അവിടെയുള്ള ആൾക്കാർക്കുണ്ട്, അറബികൾക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇത്. അതുകൊണ്ട് സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്. അല്ലാതെ നമ്മൾ അത് കാര്യമാക്കണ്ട. പക്ഷെ എന്നാ ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മോഹൻ ചന്ദ്രഗിരി എന്നോട് പറയും സംവരണത്തിന് സമയക്രമം തീരുമാനിച്ചിരുന്നു. ആദ്യം 10 വർഷമായിരുന്നു. ആ 10 വർഷം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അത് വളരെ ചെറിയൊരു മാറ്റമേ ഉണ്ടായുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത് പിന്നീട് നീട്ടേണ്ടി വന്നത്. ഇത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ ഈ രാജ്യം. അപ്പോൾ സ്വാഭാവികമായി ജനസംഖ്യാ അടിസ്ഥാനത്തിൽ അതാത് ആളുകൾ മത്സരിച്ച് ജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം വന്നാൽ പിന്നെ സംവരണത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരാത്തത് കൊണ്ടാണ് സംവരണം അവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം ലേഡീസ് ഉള്ളി ആയിരുന്നുകൊണ്ട് വിളിച്ചില്ല. 2 ദിവസമല്ലല്ലോ, 1 ദിവസമല്ലേ? അല്ല, ഞാൻ അത് എന്താണെന്നറിയാമോ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ആളുകൾ ഇങ്ങനെ അയക്കുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതായത് അതുമാത്രമല്ല, ചില ആളുകൾ പറയുന്നു 1 വർഷമായി ഞാൻ വിളിക്കുന്നു. വിദേശത്തുള്ള ആളുകൾ ഇപ്പം കഴിഞ്ഞ ദിവസം വിളിച്ചൊരു സ്ത്രീ കണ്ടില്ല, അവർ ലണ്ടനിൽ നിന്നാണ് വിളിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുപോലെ എന്നോട് ഇപ്പോൾ വേറൊരു ഫാദർ സാമുവൽ 80 വയസ്സ്, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ യുവാക്കൾ ചെയ്യുന്ന പോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ 80 വയസ്സായ ഒരാളാണ്, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റുന്നില്ല. ഫാദർ സാമുവൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൂടെ, അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, അപ്പോൾ ഇങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇത് കുറച്ച് വേറെ ആളുകൾ പ്രതികരിക്കട്ടെ. അപ്പോൾ ഒരേ ആളുകളുടെ പ്രതികരണം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും കിട്ടാത്ത മനുഷ്യരുണ്ടല്ലോ, അവർക്ക് വേണ്ടി കൂടി നമ്മളൊരു ചെറിയ സംവരണം വേണ്ടേ ശ്രീകൃഷ്ണൻകുട്ടി? അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ്. ശരി. മറ്റുള്ളവർക്കും ചാൻസ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചില കമന്റുകളൊക്കെ എഴുതി അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് വിളിച്ചത്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കേരളം പോലൊരു പ്രബുദ്ധ സമൂഹത്തില് മതം കയറി ഇങ്ങനെ കളിക്കുക എന്ന് വെച്ചാൽ അത് വളരെ കഷ്ടമാണ്. നമ്മളൊക്കെ ഈ വിചാരിക്കുന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള മാവേലി പാട്ട് അങ്ങനെ അല്ല എന്നുള്ള വരുത്തി തീർക്കുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വളരെ വൃത്തികെട്ട അളിഞ്ഞ രാഷ്ട്രീയമാണ്. ഇവിടെ ആൾക്കാർക്ക് നല്ലതിനു വേണ്ടിയിട്ടും രാജ്യത്തിന്റെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയം മതത്തിനെ അടിസ്ഥാനമാക്കിയും ചില മതങ്ങൾക്ക് കൂടുതൽ സ്വാധീനം കിട്ടുന്ന രീതിയിലും പ്രവർത്തിക്കുന്നത് നാടിന് ഒരിക്കലും നല്ലതല്ല. ആൾക്കാർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കാനേ സഹായിക്കുള്ളൂ. ഈ 57-ലെ പിന്നെ EMS മന്ത്രിസഭയെ മറിച്ചിടാൻ വേണ്ടിയിട്ട് അന്ന് കോൺഗ്രസ് ചെയ്ത് ദ്രോഹം, നമുക്ക് ആ ദ്രോഹം ഇപ്പോഴും കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ മതക്കാരെയും ഈ ജാതിക്കാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കാണിച്ച ഒരു പണിയായിരുന്നു ആ വിമോചന സമരം. സമരം ചെയ്യണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് സമരം ചെയ്യാമായിരുന്നു. പക്ഷേ അവർ മതങ്ങളെയും ജാതികളെയും കൂട്ടുപിടിച്ചു. എന്നിട്ട് പിന്നെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എന്നാണ് പറയുന്നത്, $10 ലക്ഷം മറ്റോ. അതിപ്പോ തുടരുകയാണ്. ഇപ്പൊ വന്നേക്കുന്നത് എന്താണ്? ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പുസ്തകങ്ങളും അവരുടെ നിയമാവലിയും വായിച്ചിട്ടുള്ള ആർക്കും അറിയാൻ പാടില്ലാത്ത അവരെന്തിനാണ് നിൽക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് BJP നിൽക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി, RSS ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത് മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി. അതിൽ മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നവരോട് കോൺഗ്രസ് കൂട്ടുകൂടുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ രാഷ്ട്രീയ ആകെ കലുഷിതമായി. പിന്നെ കിടമത്സരങ്ങളല്ലേ, എന്തെല്ലാം രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സജിച്ചെറിയാൻ മാപ്പ് പറയേണ്ടി വന്നു. ഇതെല്ലാം വളരെ വൃത്തികെട്ട രാഷ്ട്രീയമാണ്. ക്ലീൻ രാഷ്ട്രീയം മതി നമുക്ക് കേരളത്തില്. ക്ലീൻ രാഷ്ട്രീയം മാത്രം, വികസനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം, അതാണ് വേണ്ടത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ 2020 NDAയിൽ ചേർന്ന് വന്ന് ക്രിസ്സിന് വലിയ സന്തോഷം. ക്രിസ് എനിക്ക് തോന്നുന്നത് ഒരു BJP അനുഭാവിയാണോ കടുത്ത BJPക്കാരനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2020 ചേർന്നതിലൊക്കെയുള്ള സന്തോഷം പ്രകടിപ്പിക്കും. ജയകുമാർ പറയുന്നത് എസ് കുമാറിൻ്റെ കമൻറ്റാണ് എൻ്റെ പേരിൽ വായിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ജയകുമാറാണല്ലോ ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തെറ്റിപ്പോയതായിരിക്കും ശ്രീ ജയകുമാർ. ഏതായാലും ശ്രീ ജയകുമാറും എസ് കുമാറും ഒക്കെ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അപ്പോൾ രണ്ടുപേരും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്. ജോയ് എന്നോട് പറയുന്നത് മുസ്ലിം എന്തോ പറയുന്നുണ്ട്, എനിക്ക് എക്സലൻറ്റ് മനു ജോബ് എന്നൊക്കെ എന്നോട്. കിറ്റ്കാറ്റ് നമ്മുടെ സിംഗപ്പൂരിലിരുന്ന് ഈ ബഹളമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ആളുകൾ പറയുന്നതും കേൾക്കണമെന്നൊക്കെയാണെന്ന് തോന്നുന്നു. മസ്റ്റ് ലിസൺ ടു പീപ്പിൾസ് ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്പാടി ക്രിസ്ത്യാനിയാണ്, ഇപ്പോൾ BJPയിൽ നിന്ന് ഹിന്ദു പാർട്ടിയിൽ ചേരുന്നത് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ കാവ്യ എനിക്ക് എന്തോ ഒരു കൈയൊക്കെ മലർത്തുന്ന ഒരു ചിത്രമൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, താങ്ക് യു കാവ്യ.
അപ്പോൾ അങ്ങനെ അപ്പോൾ ശ്രീ എന്നോടൊപ്പം നമ്മുടെ ഉമേഷ് കോഴിക്കോട് നേർന്നുണ്ട്. ശ്രീ ഉമേഷ്. ഹലോ സാർ, മനസ്സാറേ നമസ്കാരം. എനിക്ക് മനസ്സാറേ, ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ചത് പറയുമ്പോൾ ഒരു ഭയാശങ്ക ഇപ്പോ ഇതിന് നമ്മുടെ ഈ കേരളത്തിലും ഇപ്പൊ ജാതിയും മതവും സംസാരിച്ച് തുടങ്ങിയോ? അതൊരു നമ്മുടെ ഈ കേരളത്തിൽ മതരാഷ്ട്രത്തിന് ഒരു പിന്തുണയും കിട്ടാൻ പോകാത്ത ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്നത്. പക്ഷെ കൂടുതൽ ആളുകൾ IS-ലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് അതും ഒരു വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ്. ഇവിടെ നീ തടിയൻ്റെ ഇവിടെ നസീറും ഒക്കെ പോവില്ലേ IS-ലേക്ക് റിക്രൂട്ടർ ചെയ്ത് പോകുന്നു. അതുപോലെ ഈ വളപട്ടണ റിക്രൂട്ട്മെന്റ് കേസ് ഇതൊക്കെ നടക്കുകയാണ്. ഇത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ആളുകൾ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ് ഈ ഇതുപോലത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക്. അത് ഇവിടുത്തെ ഈ നാടിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇതൊക്കെ കേട്ടാൽ. അതാണ് ഞാനിത് പ്രധാനമായും പറയുന്നത്. അതെ അത് തെറ്റാന്ന് പ്രത്യേകിച്ച് മനസ്സിലെ ഈ പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ ഈ പരിപാടി തന്നെ ജനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ജനങ്ങൾ നേരിട്ട് ഏർപ്പെട്ട് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോ ഇത് എന്ന് പറഞ്ഞാല് ജനങ്ങൾ മനസ്സിലാക്കണം, ഇത് ജനങ്ങളാണ് സത്യത്തിൽ ഈ പരിപാടി നിലനിർത്തിക്കൊണ്ടുകൊണ്ട ഒരു പരിപാടിയാണ് സത്യത്തിൽ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കേരളത്തിൽ സത്യത്തിൽ ഈ മതരാഷ്ട്രവാദത്തിന് ആരും തിരൂല, അങ്ങനെ ഒരു സംസ്ഥാനമല്ല നമ്മുടെ കേരളം എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ പരിപാടി എന്നും നിലനിൽക്കട്ടെ എന്നുള്ള ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്. അപ്പൊ സന്തോഷ് എന്നോടൊപ്പം വെള്ളരിക്കുണ്ടെന്ന് ചേരുന്നു. സന്തോഷ് ഓക്കെ, സന്തോഷിലേക്ക് ഞാൻ വരാം. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയൊക്കെ ഇപ്പൊ സന്തോഷിക്കുകയായിരിക്കും 2020 NDAയിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടല്ലേ? സന്തോഷിക്കും സാറേ, നല്ല ടീമിന്റെ കൂടെ എല്ലാവരും ചേരട്ടെ. അത് നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം ചേരാം. നമ്മുടെ പ്രധാനമന്ത്രി ഒക്കെ ഇവിടെ തിരുവനന്തപുരത്ത് വരികയാണ്. ശ്രീ രവീന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ നേരത്തെ തന്നെ പോകും, തലേദിവസേ പോകും, കാണാൻ വരും. സാറേ ഇത് എന്നാന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് പറഞ്ഞാലേ, ഈ നമ്മൾ ഈ വവ്വാലുകളെ വലിയൊരു മരത്തെ വവ്വാല് കൂട്ടം കിടന്നു കഴിഞ്ഞാൽ ഒരു പറക്കോ ഒരു വെടിയോ വെച്ച് ആ വവ്വാല് മുഴുവൻ അവിടുന്ന് പോകും. ഒരു വെടി വെച്ച് 2 വെടി വെച്ച് 3 വെടി ദിവസം അടുപ്പിച്ച് വെടി വെക്കണം. ആ വവ്വാല് കൂട്ടം അടുത്ത മരത്തേലോട്ട് പോയി എല്ലാം കൂടെ കൂടും എന്ന് പറഞ്ഞവരാണ് ഈ ഇന്ത്യ മഹാരാജ് ഈ ഒരു കൂട്ടരുണ്ടായിരുന്ന. പക്ഷെ അവിടെ നിന്നെല്ലാം നരേന്ദ്രമോദി വന്നതോടുകൂടി അവിടെ നിന്നെല്ലാം ഈ ഇളക്കി അവിടെ ഓടിച്ചിട്ട് കേരളത്തിൽ വന്ന് ഇത് ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ഈ സാധനം. അതുകൊണ്ട് കേരളത്തിൽ ഇത് നടപ്പാക്കിയാലും നമുക്ക് പറയാനൊക്കെയില്ല. ഒരു പക്ഷെ കേരളത്തിൽ നടപ്പാകാനുള്ള എല്ലാ ചാൻസും ഇവിടെ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഇടതിനും വലതിനുമാണെങ്കിലും ഈ പുറകെ കൂടെ മുന്നേ കൂടെ ഒക്കെ പോയി ഇരുട്ടിന്റെ മറവിലൊക്കെ പോയി ഇതെല്ലാം നടത്തി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം. പിന്നെ ഇലുവായി വന്ന് ചാനലിലും ഈ പൊതുവേദിയിലൊക്കെ പറയുന്നുള്ളൂ അവർക്ക് 4 വോട്ടിന് വേണ്ടി. അപ്പൊ അതാണ് ഇന്ന് 2020 ബാബുജിയൊക്കെ പറഞ്ഞു കേട്ടോ, ഈ നരേന്ദ്രമോദി അല്ലാതെ വേറെ ആര് ഇന്ത്യ ഭരിച്ചാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കൊക്കെ ഉണ്ടാവുന്ന അവസാനത്തെ 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് വീണ്ടും സംസാരിക്കാം. ജോസഫ്, അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ബാംഗ്ലൂരിൽ നിന്ന്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കേണ്ട സമയം തീരാറായതുകൊണ്ടാണ്. ശ്രീ ജോസഫ്, നൈസ് ടു ഹിയർ ഫ്രം യു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ശകലം ഷുഗർ ഉള്ള ആൾ ഇത്രയധികം റേസ് ആകണ്ട, ആരോഗ്യം കളയണ്ട. ഓക്കെ കം ടു ദ പോയിന്റ്. ഇത് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച് കഴിഞ്ഞു. ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാല് ഇവിടുത്തെ മത നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമാണ് ഇന്ന് മതഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. അതിന്റെ തിക്തഫലങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ട് നിങ്ങളുടെ ചാനലിൽ കൂടെ പോരാടുക ഇതിനെതിരായിട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ബാംഗ്ലൂരിലുള്ള നമ്മുടെ മലയാളികൾക്കെല്ലാം എൻ്റെ ആശംസകൾ അറിയിക്കണം. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോൾ KRK ജോർജ് എന്നോട് ചോദിക്കുന്നത് ന്യൂസ് 18 കഴക്കൂട്ടമാണോ സ്റ്റുഡിയോ എന്നുള്ളത്. അത് നമ്മളെ ഈ ആക്കുളം എന്ന് പറയാം, കഴക്കൂട്ടം എന്ന് പറയാം, MGM സ്കൂളിന് അടുത്തെന്ന് പറയാം, ഹൈവേയിലാണെന്ന് പറയാം, അങ്ങനെ എല്ലാം. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്താണ്, കഴക്കൂട്ടത്തിനും ആക്കുളത്തിനും ഒക്കെ അടുത്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്തു കേട്ടോ. ഈ മതരാഷ്ട്രവാദത്തിന് ഒരു പിന്തുണ കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം സമുദായം അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 36% അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. 64% പക്ഷേ അംഗീകരിക്കില്ല. അത് മതേതര നിലപാട് തന്നെ കേരളം ഉയർത്തിപ്പിടിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും നൂറ്റാണ്ടുകളായി വിവിധ മതവിഭാഗങ്ങൾ പരസ്പര ബഹുമാനത്തോടെയും സഹവർത്തത്തോടെയും ജീവിച്ചിരുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഈ ചരിത്ര പാരമ്പര്യത്തിൻ്റെ അടിത്തറ തന്നെ നിലകൊള്ളുന്നത് വൈവിധ്യത്തെ അംഗീകരിക്കുന്ന സമൂഹ മനസാക്ഷിയിലാണ്. മതാധിഷ്ഠിത രാഷ്ട്രസങ്കല്പത്തേക്കാൾ കേരളം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു കൂട്ടായുള്ള ആളുകൾ ഒക്കെ ഒന്നിച്ചു നീങ്ങുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്. വൈവിധ്യമാണ് നമ്മുടെ നാടിൻ്റെ മനോഹാരിത, അതാണ് നമ്മുടെ നാടിൻ്റെ ശക്തി. ഏകശിലാ സങ്കല്പങ്ങൾ ഈ വൈജാത്യത്തെ തകർക്കും.
സാമൂഹിക ഐക്യത്തെ ദുർബലപ്പെടുത്തും. മതനിരപേക്ഷതയും പരസ്പര ബഹുമാനവും സംരക്ഷിക്കാൻ നമുക്ക് ജാഗരൂകരായി തുടരാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.